അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കാണാൻ ഇഷ്ടമായിരിക്കും അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടം, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ മേക്കപ്പ് ചെയ്യാനും ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഞാൻ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഈ സ്കിൻ കെയറും ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ ആണെങ്കിലും ഒരുക്കുന്നതൊക്കെ ആണെങ്കിലും ഞാൻ ഇത് കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവരെന്ന് ഞാൻ കരുതുന്നത് എനിക്കറിയാം. ചിലർക്ക് മേക്കപ്പ്, ചിലർ പൊട്ടുപോലും തൊടാൻ നടക്കുന്നുണ്ട്, അത് അവരുടെ ഇഷ്ടം, എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നല്ലോ. അപ്പോൾ ഇനി മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റെപ്പുണ്ട്. അത് ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മേക്കപ്പ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും ഒക്കെ അവരവരുടെ കഴിവ്, നമ്മുടെ ഓരോരുത്തരും കഴിവിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന സാധനം എന്താണ് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നത് അവരവരുടെ കഴിവനുസരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഇപ്പം മടിച്ചിരിക്കുന്നവർ കാണും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്ന് അറിയാത്തവർ കാണും. അപ്പോൾ അതെങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മേക്കപ്പ് ക്ലാസ് അല്ല കേട്ടോ. മേക്കപ്പ് എങ്ങനെ മേക്കപ്പ് ചെയ്യണം, ഒരു ബിഗിനേഴ്സായിട്ടുള്ള ഒരാൾ എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് വേണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് നിൽക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാം, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രബ് ചെയ്യണം. നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കണം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ആണ്. ഇതിനകത്ത് വിറ്റാമിൻ ഇയും ഗ്ലിസറിനും ഒക്കെ അടങ്ങിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഗ്ലോ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഈ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ നമ്മൾ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം, കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും മോയ്സ്ചറൈസർ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് എന്തെങ്കിലും നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റം കൂടിയാണ് മോയ്സ്ചറൈസർ. പിന്നത്തെന്ന് പറയാനായിട്ട് സൺക്രീമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോട്ടസിൻ്റെ സേഫ് സൺ ആണ്. ഇത് SPF 50 ഉള്ളതാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് അൾട്രാ സ്മൂത്തിങ്, മാറ്റ് ലുക്ക് ആൻഡ് ഓയിൽ കൺട്രോളാണ്. ഇത് നമ്മുടെ നോർമൽ ടു ഓയിൽ സ്കിന്നിന് യൂസ് ചെയ്യാം. ഞാനിതാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഈ സ്റ്റെപ്പ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഐറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രൈമറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നസർമാർ പ്രൈമറാണ്. ഇത് നമ്മുടെ പോഴ്സിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഇപ്പം പോഴ്സിനെ കുറയ്ക്കാനാണെങ്കിൽ അതിനുള്ള പ്രൈമർ കിട്ടും, അതില്ല സ്മൂത്തനിങ് ആണെങ്കിൽ അതിനുള്ള പ്രൈമർ കിട്ടും. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രൈമർ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളതിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 1-2 പ്രൈമറിൻ്റെയും പിക്ചർ ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങളത് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഞാൻ എടുത്തിരിക്കുന്ന NYBയുടെ പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പ്ലസ് സിറമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒരിച്ചിരി, നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ബ്രഷ് കൊണ്ട് ഒരു ഇത്തിരി നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അത് ബ്ലെൻഡ് ആയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ കുറേ വാരി വലിച്ചിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ, കുറേ നേരം പിന്നെ ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ആദ്യം ഒരു ഇച്ചിരി കയ്യിലെടുത്തിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. ബ്രഷ് പിടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒത്തിരി എന്താണ് ബലം കൊടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ഇങ്ങനെ ചെയ്യാതെ, ഞാൻ ബ്രഷ് പിടിച്ചിരിക്കുന്ന പോലെ കുറച്ച് അകത്തി കൈ ഇച്ചിരി എന്താണ് ബ്രഷിൻ്റെ മിഡിലിലും പിടിക്കരുത്, ഒത്തിരി ഫ്രണ്ടിലും പിടിക്കാതെ ലാസ്റ്റ് എൻഡിങ് പോയിൻ്റില്ലേ അതിൻ്റെ അവിടെ കുറച്ചായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിരിയം ഷേപ്പിംഗ് ആണ്. അറിയാമല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രയാസവും പാടുമുള്ളൊരു സ്റ്റെപ്പാണ്. കാരണം എൻ്റെ പിരിയം കണ്ടില്ലേ, അപ്പോൾ 4-5 പൂടെയുണ്ട്. അതിനെ ഞാൻ ഒരു വിധത്തിലാണ് ഷേപ്പ് ചെയ്യുന്നത്. എപ്പോൾ ചെയ്താലും എൻ്റെ പിരിയം പിള്ളേച്ചൻ്റെ പിരിയം പോലെയാവും. എന്നാലും ഞാൻ ഒരു വിധത്തിൽ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നാച്ചുറൽ ലുക്കാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പിരിയത്തിന് ഇത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐഷാഡോ ഇടുവാണ്. ഐഷാഡോ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇച്ചിരി ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ എന്ന് പറയാം. ഒത്തിരി ഡാർക്ക് അല്ല, എന്നാലും ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് റെഡ് എന്നും അങ്ങനെ പറയാം. അതാണ് അത്. നമ്മൾ ഐഷാഡോ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രഷ് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ആംഗിൾ അങ്ങേ അറ്റം ആംഗിളില്ലേ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യുക, ബ്രഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്താ പറയുന്നത്, ഐഷാഡോ സെറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായി? നമ്മൾ ഇങ്ങനെ കുത്തി വരയ്ക്കാതെ സർക്കിൾ മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വട്ടം വരയ്ക്കുന്ന പോലെ ബ്രഷ് കൊണ്ട് ഐഷാഡോ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലയിടത്ത് കട്ടിക്കിരിക്കും, ചിലയിടത്ത് ലൈറ്റായിട്ട് തോന്നും. അപ്പം അങ്ങനെ തോന്നാതിരിക്കാനാണ് നമ്മൾ ഈ സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കണ്ണിന് ഇച്ചിരി കൂടി എടുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഗോൾഡനും ബ്രൗണും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു എന്താണ് നമ്മുടെ ഗിൽറ്ററി ടൈപ്പിൽ ഒരെണ്ണം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ പേര്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഇച്ചിരി കട്ടിയായിട്ട് ഐലൈനർ ഐഷാഡോ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു എന്താണ് ലൈറ്റ് കളേഴ്സ് ആകുന്ന വരേക്കും എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവൂ. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. 2 കണ്ണിലും നന്നായിട്ട് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഞാൻ നമ്മുടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഇതേപോലെ ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കൺസീലർ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈസി ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെപ്പോഴും നിങ്ങളുടെ ഇഷ്ടമാണ്, കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യണോ അതോ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യണോ എന്ന് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് കരുതി നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൺസീലർ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ കൊടുത്ത ഐഷാഡോ ഉണ്ടല്ലോ, പിന്നെ ബ്രൗൺ കളറിലെ ഐഷാഡോ, അത് തന്നെ ഞാൻ താഴെയും കൂടി കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു പേരിന് മാത്രം ചെറുതായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു റെൽ ലൈൻ കിട്ടാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 24 hours നിലനിൽക്കുന്ന കാജലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. കാജൽ വേണേൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി, നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസ് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പൗഡർ ഇടുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ബ്രഷിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് ഉള്ള പൊടി നമ്മളിങ്ങനെ തട്ടിക്കളഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ പോർഷനിലും എത്തക്ക രീതിയിൽ നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ലിപ് ലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈനർ വരയ്ക്കാമെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ചുണ്ടിന് നല്ല ഭംഗി തോന്നും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പീച്ചാണോ പ്ലം അല്ലേ, പ്ലം ഹുക്കിൻ്റെ നിറം വരുന്ന മാറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറയാതെ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ പിക്ചർ കൊടുത്തേക്കാം. നിങ്ങൾ പിക്ചർ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഇതിന് ശേഷം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർത്ത് വെച്ച കളറ് മാറിപ്പോയി. ആകെ ഒരു കൺഫ്യൂഷൻ, ഏത് കളർ എടുക്കണം, ഏതാ ഞാൻ ഓർത്ത് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ നമ്മൾ മനസ്സിൽ കരുതിയ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേസ് ഇതുപോലെ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഒത്തിരി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരിത്തിരി എടുത്തിട്ട് നമ്മൾ ബാലൻസ് ഉള്ളത് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ മുഖം ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നല്ല നമ്മുടെ ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുമെങ്കിൽ എളുപ്പത്തിൽ ബ്ലെൻഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ല, നല്ല രസമില്ല. പിന്നെ ഇടുന്നതെന്ന് പറയുന്ന ഹൈലൈറ്ററാണ്. നമ്മുടെ
എന്താണ് ഏതൊക്കെ പോർഷൻ നമുക്ക് ഇച്ചിരി കൂടി എടുത്തറിയണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ളിടത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം കൈകൊണ്ട് കുറച്ച് ടോട്ടിട്ടതിന് ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് ഞാൻ എന്താണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പുറേ സൈഡിൽ ഇപ്പുറേ സൈഡിൽ ഞാൻ ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ച ബ്ലഷ് ഹൈലൈറ്റർ കേട്ടോ. അപ്പം കമ്പനിയുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം, പിക്ചർ ഞാൻ കാണിച്ചേക്കാം. അപ്പോൾ ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെയും പിന്നെ നെറ്റിയുടെ അവിടെ ഒരു ചെറുതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മേക്കപ്പ് സെറ്റാവും. ഹൈലൈറ്റർ ഇപ്പോൾ ലിക്വിഡും കിട്ടും, അല്ലാതെ ഇങ്ങനെ പൗഡർ ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പാണ്. ലിക്വിഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഏത് ലുക്കാണോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്ററും ബ്രഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എന്താണ് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മളൊന്നെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറിലൊന്ന് പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പൗച്ചിൽ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒപ്പി കൊടുക്കുക. അങ്ങനെ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹെയർ സെറ്റിംഗ് ആണ്. ഹെയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇനി എന്തെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് വിട്ടു പോയിട്ടുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എനിക്ക് അറിയിച്ചു തരിക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.